പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെ കുരുക്കുമുറുകുന്നു. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ശുപാർശ. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇപ്പോൾ CBIയിലേക്ക് ഈ അന്വേഷണം പോകണം എന്നുള്ള ശുപാർശ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. ഈ പുനർജനി പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ട് പിരിച്ചിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിർഭൻ? വാർത്തയിലേക്ക് ആണ് നമ്മൾ വരുന്നത്. ഷമ്മി സൂചിപ്പിച്ചതുപോലെ പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. വിവിധ പരാതികൾ ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ വിവിധ ആൾക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല വി.ഡി. സതീശൻ്റെ വിദേശയാത്രയിൽ അവിടെ ഫണ്ട് സമാഹരിക്കാൻ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നത്, കൂട്ടായ്മകളിൽ ആവശ്യപ്പെടുന്നത്, ഇവിടെ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി, വിദേശ സന്ദർശനത്തിലുള്ള അനുമതി വി.ഡി. സതീശൻ തേടുന്നു. അതിനുശേഷം അവിടെ പോയി ഫണ്ട് പിരിവ് നടത്തി ഇവിടെ കാശ് എത്തിച്ചു എന്നതടക്കമുള്ള ഇതാണ്. അത് വിനിയോഗിച്ചതിലടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം തന്നെ ശുപാർശ കൈമാറിയിട്ടുള്ളത്. വിദേശ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് സംബന്ധിച്ച വിദേശത്ത് അടക്കമുള്ള കാര്യങ്ങൾ, കണക്കുകളും രേഖകളും പരിശോധിച്ച് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് വിജിലൻസിൻ്റെ ശുപാർശയിൽ പറയുന്നത്. അത് ഇതര രാജ്യങ്ങളുമായിട്ടുള്ള ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നതും അത്തരം ചോദ്യം ചെയ്യലിലേക്കും ഉള്ള കാര്യങ്ങൾ സാങ്കേതികമായ പരിമിതി സ്വാഭാവികമായും വിജിലൻസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് FCRA നിയമത്തിൻ്റെ ലംഘനം, അതൊന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ച കുറ്റം, അത് കേരളത്തിലേക്ക് എത്തിച്ച് നിയമലംഘനം നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBI അന്വേഷണത്തിൻ്റെ ആവശ്യകത ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ FCRA നിയമമെന്ന് പറയുന്നത് 2019 സെലക്ഷൻ 32A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് ശുപാർശയിൽ പറയുന്നത്. കേരളത്തിലെ നിയമസഭ ഒപ്പം തന്നെ മറ്റൊരു ശുപാർശ കൂടി വിജിലൻസ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള നിയമസഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്യുന്നു. 2 തരത്തിലുള്ള കുറ്റമാണ് ഈ വിജിലൻസ് പ്രാഥമിക ശുപാർശയെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഇത് വിദേശത്ത് പോയി ഫണ്ട് സ്വീകരിക്കുക, കേന്ദ്രത്തിൽ നിന്ന് ഈ വിദേശ സന്ദർശനത്തിനുള്ള അനുമതി മാത്രം വാങ്ങിയ ശേഷം ഫണ്ട് സ്വരൂപണത്തിലേക്ക് പോയി എന്നതാണ്. നിർഭനിലേക്ക് എത്താം.